എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ദീർഘദൂര യാത്ര പോവുകയാണ്. വേറെ എവിടെയല്ല, തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വണ്ടിയൊക്കെ നന്നായിട്ട് വൃത്തിയായി വാഷ് ചെയ്ത് വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ച് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇന്നിപ്പം എൻ്റെ കൂടെ ഉള്ളത് ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് രാമകൃഷ്ണ സാറിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ഇന്ന് പോണത്. അപ്പം ഞങ്ങൾ ഞാനടക്കം 7 പേരുണ്ടായിരുന്നു. പൊങ്കാലയ്ക്ക് ആവശ്യമായ കലങ്ങളൊക്കെ കഴക്കൂട്ടത്ത് നിർത്തി അവിടുന്ന് മേടിച്ചിട്ടാണ് നേരെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഒരു പൂക്കടയിൽ നിന്ന് നമ്മൾ നാളത്തേക്കുള്ള എല്ലാ പൂക്കളും അവിടുന്ന് മേടിച്ചിട്ട് അതിലെ ഒരു റൗണ്ടൊക്കെ നടന്ന് രാത്രിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം അറിയാലോ, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഇപ്രാവശ്യം പൊങ്കാല വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ കുളത്തിനോട് ചേർന്ന് തന്നെ ഉള്ളൊരു വീട്ടിൽ ആണ്. ഞങ്ങൾ വീടിൻ്റെ മുമ്പിലാണ് പൊങ്കാലയിടുന്നത്. ആ വീട്ടിലാണ് ഭക്ഷണങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു. അവിടുത്തെ ചേച്ചിയുടെ പേര് ഷൈജ ചേച്ചി എന്നാണ്. ഷൈജ ചേച്ചി മഞ്ജു മാഡത്തിൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളവിടെ വന്നതും. അവിടുന്നാണ് ഈ പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയുള്ളത്, അവർ ഇത്രയും നമ്മളെ എന്താ പറയുക സൽക്കരിക്കുക, അല്ലെങ്കിൽ സമയത്തിന് ഭക്ഷണം, ചായ, അതേപോലത്തെ എല്ലാ സൗകര്യങ്ങളും, താമസിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഷൈജ ചേച്ചിയാണ് നമുക്ക് ഒരുക്കി തന്നത്. കാരണം തിരുവനന്തപുരത്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, പൊങ്കാല ഇടാൻ വരുന്നത് ആരായാലും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായി, പൊങ്കാലയ്ക്കുള്ള ടീമൊക്കെ സെറ്റായി, എല്ലാവരും സെറ്റായിട്ട് നേരെ പഴവങ്ങാടി അമ്പലത്തിൽ പോയി തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ച് പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. पद्मनाभ पाहि द्विपपचार, पद्मनाभ पाहि द्विपपचार, पद्मनाभ पाहि द्विपपचार, पद्मनाभ पाहि द्विपपचार, गुणवसर शौर्ये गुणवसर शौर्ये
കൃത്യം 10:30 ആയപ്പോൾ തന്നെ പൊങ്കാല ആരംഭിച്ചു. ഇത് അഡ്വക്കേറ്റ് ലേഖ സുരേഷ് മാം, ഇത് അമ്മ, പിന്നെ തൊട്ടടുത്ത് മഞ്ജുമാം, ചൂടെടുത്തിട്ട് കൂടെ മണിക്കുട്ടി അമ്മ ജയ ചേച്ചി, ഇതപ്പുറത്ത് നിൽക്കുന്ന രേണു ചേച്ചി.